Je suis un pirate et un des meilleurs. ശരിക്കും പേടിച്ചു. നമ്മൾ പാരീസിന് ക്രോസോൺ കഴിഞ്ഞു. തല കുത്തി മറിക്കട കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം പാരീസ്. നമ്മള് സെക്കൻഡ് ഡേയില് കുറച്ച് നേരത്തെ എണീറ്റു. കാരണം നമുക്കിന്ന് ഡിസ്നി ലാൻഡിൽ പോകാനുണ്ട്. അപ്പം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പം പോകുന്ന വഴിക്ക് ക്രോസോൺ കിട്ടുമോ നോക്കണം. ഇത്രയും നേരം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിൻ്റെ ഇപ്പോൾ ഒരു 1.5 ദിവസമായിരുന്നു. അതിൻ്റെ ഇതിനകത്ത് നമുക്ക് തോന്നിയത് ഒരുപാട് ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒട്ടും ക്ലീൻ അല്ല, ഭയങ്കര അൺടൈഡിയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊരു കഫേയിൽ വന്നിരിക്കുകയാണ്. ചില സ്ഥലങ്ങൾ നോക്കുമ്പം എനിക്കറിയില്ല, എനിക്ക് ഇന്ത്യ പോലെ തോന്നി. കുറേ സൈക്കിളുകാരുണ്ട്, ബൈക്കുകാരുണ്ട്, ബുള്ളറ്റ് ഉണ്ട്. നമ്മൾ പാരീസിന് ക്രോസോൺ കഴിക്കാൻ പോകണം ഫോർ ദ ഫസ്റ്റ് ടൈം. ഭയങ്കര സോഫ്റ്റാണ്. കഴിച്ചു നോക്കാം. യൂഷ്വലി ഇത് കോഫിയിൽ ഡിപ്പ് ചെയ്താൽ കഴിക്കാറ്. നമ്മൾ അവിടെയൊക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ദിസ് ടൈം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഏകദേശം സമയം 11:30 ആവാറായിട്ടുണ്ട്. എല്ലാവർക്കും കുറച്ച് ടൈം എടുത്തിട്ടാണ് പോകുന്നുള്ളൂ. വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു പീസ്ഫുൾ ട്രിപ്പാണ് നമ്മൾ ഇത്തവണ ഉദ്ദേശിച്ചേക്കണേ. കുറച്ച് ടൈമേ കിട്ടുള്ളായിരിക്കും. മേ ബി 6 മണിക്കൂറൊക്കെ ചിലപ്പോൾ കിട്ടുള്ളായിരിക്കും. സമയമുള്ളെങ്കിലും റിലാക്സ്ഡ് ആയിട്ട് നടക്കാമെന്ന് കരുതി ഇത്തവണ. സോ വെൽക്കം ടു ദി മാജിക്കൽ വേൾഡ് ഓഫ് ഡിസ്നി. ഇവിടെ 2 പാർക്കാണുള്ളത്, ഡിസ്നി ലാൻഡ് പാർക്കും വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ പാർക്കും. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ എൻട്രൻസ്. നമുക്ക് 2 ദിവസവും സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഡിസ്നി ലാൻഡ് പാർക്കിലും അടുത്ത ദിവസം നമുക്ക് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് പാർക്കിലും വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഇവിടുത്തെ സ്റ്റുഡിയോയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അക്കോമഡേഷൻ എടുക്കാം. ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഒരു ഗാർഡൻ ഉണ്ട്. ഞങ്ങൾ സമ്മറിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, വിത്ത് ഓൾ ദ ഫ്ലവേഴ്സ് ആൻഡ് ദ വാംത്ത്. നമ്മൾ ടർക്കിയിലൊക്കെ പോയപ്പോൾ കണ്ട പോലത്തെ ഹോട്ട് എയർ ബലൂൺസ് ഇവിടെയുണ്ട്. നമുക്കിവിടെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടും. കുറച്ച് ആൾക്കാരൊക്കെ അത് ചെയ്യുന്നുണ്ട്. കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും ഇതൊരു ഡ്രീം ആയിട്ടുള്ളവർക്ക് അത് അടിപൊളിയാണ്. ഇതാണ് വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോസ് പാർക്കിൻ്റെ എൻട്രൻസ്. നമ്മളിവിടെ അല്ല കയറുന്നത്, നമ്മൾ കയറുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിലിലേക്കാണ്. ഒരുപാട് വർഷത്തെ ഡ്രീമാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സംഭവമാണിത്. സോ ഒരു ഡ്രീം ലാൻഡിലെത്തിയപ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിലെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്നപ്പോൾ തന്നെ. നമ്മൾ ഡിസ്നി ലാൻഡിലെ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഏത് ഏരിയയിൽ പോയാലും ചില വീഡിയോസിലൊക്കെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. ഫൈനലി നമ്മള് ഡിസ്നി ലാൻഡിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. എത്രയോ വർഷത്തെ ഡ്രീമാണല്ലേ ഫൈനലി ഫുൾഫിൽ ആയത്. കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി. അതായത് നമുക്കിവിടെ 2 പാർക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നിങ്ങളങ്ങനെ ഒത്തിരി നടക്കാനൊക്കെ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ നടന്നും കണ്ടും തീരില്ല. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർക്ക് ചൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. ഞങ്ങളിപ്പോൾ ഒരു പാർക്ക് മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി ഒരു 6-7 hours ഉള്ളൂ. ഇത് തന്നെ കണ്ടു നിൽക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമുക്ക് ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് അല്ലെങ്കിൽ ഹെയർ ബോയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ ആപ്പ് ഇത് ഓൾറെഡി വാങ്ങിയിട്ട് പറഞ്ഞായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെയുള്ള ആപ്സിൽ 2 പൗണ്ട് 3 പൗണ്ടിനൊക്കെ കിട്ടേണ്ട സാധനം ഇവിടെ 22-23 പൗണ്ടിനാണ് ഇപ്പോൾ നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഒരു മെമ്മറിക്കായിട്ട് വാങ്ങിക്കാന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസലിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 23-24 പൗണ്ടൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങി വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷെ ഇവിടുത്തെ ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ പാരീസിലെത്തിയിട്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് ഇതുവരെ കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു വൈബ് ബ്യൂട്ടിഫുൾ. നമ്മളിതാ ഈ കയറി വന്നിട്ടുള്ളത് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസലിന്റെ അകത്താണ്. സ്റ്റണ്ണിങ് ഇന്റീരിയറും സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഒക്കെ ആയിട്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ സ്റ്റോറിയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പോർട്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെയറി ടെയിൽ എലമെന്റ്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഗോത്തിക് ആർക്കിടെക്ചറിലുള്ള ബിൽഡിംഗ് ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ സ്റ്റോറിയിൽ വായിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അവർ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സ്റ്റെയിൻഡ് ഗ്ലാസസ് വിൻഡോസിൽ അത് നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. അവർ എൻ്റയർ ഏരിയ തന്നെ അങ്ങനെയാണ്. ഇത് ഭയങ്കരമായിട്ട് ഫാൻറ്റസി ആയിട്ട് ലൈഫിൽ അത് വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവർക്കാണ് ഭയങ്കര വണ്ടർ ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇതാ കണ്ടോ, ഇതിൽ കൊണ്ടിട്ടാണ് നമ്മുടെ പ്രിൻസസിന്റെ കൈമുറിയുന്നത് എന്ന് വേണ്ട സകല കാര്യങ്ങളും ഇവിടെ അവർ ബ്യൂട്ടിഫുള്ളി അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്നിലാൻഡിൽ വരുമ്പം നമ്മൾ ബാഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെക്കാനായിട്ട് നമുക്ക് സ്പെസിഫിക് ലോക്കർ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്ക് വിശക്കുകയാണ് അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം, അതിനൊക്കെ ഒരുപാട് കഫേ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സോ അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പിന്നെ ഡിസ്നിലാൻഡ് ആയതുകൊണ്ടും പാരീസ് ആയതുകൊണ്ടും നമ്മുടെ അയർലൻഡിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു 3 ഇരട്ടി വിലയാണ് ഇവിടെ എല്ലാ സാധനത്തിനും ഉള്ളത്. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കിവിടെ ഏത് റൈഡിൽ കയറണമെന്നുണ്ടെങ്കിലും മിനിമം ഒരു 35-40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു വെയിലത്ത് അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കാരണം പുറത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്, ഭയങ്കരമായിട്ട് ടയേർഡാവും. അതിലും വേഗം കുറച്ച് ടൈം എടുത്ത് ഓരോ റൈഡിലൊക്കെ നിന്ന് കുറച്ച് നേരം ക്യൂ നിൽക്കുമ്പോൾ കൂടി തണലുണ്ട്. അവർ കംപ്ലീറ്റ്ലി അത് കവേർഡ് ആയിട്ടുള്ള ഏരിയ ആക്കി മാറ്റിയേക്കാണ്. പുറത്തു കൂടി ഇറങ്ങി നടക്കാന്ന് വെച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാവും. റൈഡിലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യേണ്ട, നമുക്ക് വെറുതെ നടന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് വിചാരിച്ചു നമുക്ക് ഏത് റൈഡിലാണെങ്കിലും കയറാം, എല്ലാം ഈ ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡാണ്. അങ്ങനെ ഞങ്ങളിപ്പം ഒരു റൈഡിനകത്ത് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരു 45 മിനിറ്റ്സ് നമുക്ക് നിൽക്കേണ്ടി വരും. അങ്ങനെയാ നല്ല രസം. ഏറ്റവും നോക്കിയത് ഏറ്റവും നോക്കിയേക്ക് നമ്മള് നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ ബാക്കിൽ കാണാൻ പറ്റുന്നത് തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഉള്ളതാണ് ഈ ഒരു എലിഫന്റ് ഫ്ലൈയിങ് റൈഡ്.
ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇങ്ങനെ ഫ്രണ്ടില് കാസിൽ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാല് അത്രയും ഹാപ്പി ആയിട്ടൊന്ന് എൻജോയ് ചെയ്തത് ശരിക്കും റൈഡിൽ കയറിയപ്പോഴാണ്. Qu'est-ce qu'au niveau de la carte, il y en a qui montent. Attends, tu te mets la carte, toi. ജോലി അതാണ്. ഹി ഈസ് ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ഇറ്റ്. 9:30 ഇവിടെ ഫയർ വർക്ക്സ് ഒക്കെ വരുന്നത്. നമ്മൾ മീറ്റ് മിക്കി മൗസ് എന്ന് പറഞ്ഞൊരു ഫാന്റസി ലാൻഡിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണേ. തിരക്ക് വളരെ വളരെ കുറവാണ്, അധികം ആൾക്കാരില്ല ഇതിന്റെ ഫ്രണ്ടില്. ഭയങ്കരമായിട്ട് ടയേർഡാവുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫിസിക്കലി ഇല്ലായിട്ടുള്ള ഡേ ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി അതൊന്നും നടക്കില്ല. നമ്മൾ നല്ലോണം ഫിസിക്കലി നടക്കാനും ഒക്കെയുള്ളൊരു ടൈമാണ്. അപ്പം സമ്മർ കഴിയാറായതുകൊണ്ട് കുഴപ്പമില്ല. വിൻ്ററിലൊക്കെ ആണെങ്കിൽ ഇത്രയും ചിലപ്പം ടയേർഡായിട്ട് ഫീൽ ചെയ്യില്ലായിരിക്കും. പക്ഷെ ഞങ്ങളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും ടയേർഡായി. നമ്മൾ മിക്കി മൗസിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. Okay, big smiles. You can take me, please. Sorry. And the last one. Thank you, Mickey. Thank you. Thank you. Do you want to go together? You do that, and you know the one who takes pictures. He went like that. ചൈന ഫോട്ടോ പെർഫെക്റ്റ് ആയി. നമ്മൾ മിക്കീനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവർ നമ്മുടെ ഫോട്ടോസ് എടുക്കും. അത് നമുക്ക് വാങ്ങിക്കാൻ ഓപ്ഷൻ ഉണ്ട്. 4 പിക്സിന് 38 യൂറോസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഫാന്റസി ലാൻഡിൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്തിട്ടതാണ് നമ്മൾ നേരെ പോകുന്നത് അഡ്വഞ്ചർ ലാൻഡിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത്. നമ്മൾ എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്ത് വന്നത് ആ സംഭവങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അഡ്വഞ്ചർ ലാൻഡിൽ നമുക്കൊരു ജംഗിൾ ക്രൂയിസ് ഉണ്ട്. ഇത് നമ്മുടെ മോളി ബ്രൗൺ എന്നാണ് നമ്മുടെ ഈ ഒരു ഷിപ്പിൻ്റെ പേര്. അപ്പം ഇതിനകത്ത് നമ്മൾ 10 മിനിറ്റ്സ് വളരെ കാം ആയിട്ടുള്ള റിവറിൽ കൂടെ നമ്മൾ ഇങ്ങനെ കൊണ്ട് 2 സൈഡിലും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാർഡാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ അവർ അവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജേർണീനെ അവർ ബ്യൂട്ടിഫുള്ളി നറേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര പിന്നെ റിയൽ കാടിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീൽ ചെയ്യും ആ ഒരു പ്രതീതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സകല കാര്യങ്ങൾ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. La fête des feux d'artifice, la fête de l'artifice, ça va être
വെയിറ്റിംഗ് ടൈം. കുഴപ്പമില്ല. അടുത്ത ആൾക്കാര് നിങ്ങൾക്ക് ഇറങ്ങാട്ടോ, ഇറങ്ങാൻ സമയം. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ദ മൈൻ ട്രെയിൻ റൈഡിലേക്കായിരുന്നു. ഇതാ എൻ്റെ ഫേസ് കണ്ടാലേ അറിയാം ഞാൻ എത്രത്തോളം പേടിച്ചാണ് ഇരുന്നതെന്നുള്ളത്. ഈ ചായ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ മൈൻ ട്രെയിൻ റൈഡായിരുന്നു ഞങ്ങളുടെ ആ ഒരു ഡിസ്നി ലാൻഡിലെ ഏറ്റവും പ്രീഷ്യസ് ആൻഡ് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു റൈഡ്. അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തു. ആ കാണുന്നതാണ്. അവിടെ നിന്ന് പോകുന്നിട്ടും എനിക്ക് അതിൻ്റെ ആ ഒരു ഹാങ് ഓവർ മാറുന്നുണ്ടായില്ല. അത്ര അധികം ഞാൻ എൻജോയ് ചെയ്തു. ഒരു പ്രേതാലയം പോലെ ഫാൻറ്റം ഹൗസും ഫാൻറ്റായിട്ട് Arturo, even you? You notice this? This chamber CD. നമ്മളിപ്പം ഈ ഒരു ഫാൻറ്റം മാനറിലാണ് കയറിയത്. ഭയങ്കര രസമായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. അവര് ക്യാപ്ചർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു, ശരിക്കും പേടിച്ചു. എനിക്ക് ഇപ്പോഴേ പേടി വരുന്നു. ഇപ്പോൾ കയറാൻ പോകുന്നത് ഇന്ത്യാന ജോൺസിലാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ള, ഞാൻ ഇത്രയും നാളും ലൈഫിൽ കയറിയാൽ ഇത്രയും പേടിച്ചൊരു റോളർ കോസ്റ്റർ വേറെ ഇല്ല. ഞാൻ കണ്ണുറത്തിരിക്കായിരുന്നില്ലേ. ഇന്ത്യാന ജോൺസില് കേറാണെങ്കില് കേറിനോട് കുഴപ്പമൊന്നുമില്ല, കണ്ണ് തുറക്കരുത്, അത്രയും പേടിയുള്ളവര്. ഞാനിനി ജീവിതത്തിൽ കയറുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഒന്നും കണ്ടില്ല, ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. തല കുത്തി മറിക്കണ കണ്ടപ്പോ തന്നെ എന്റെ കിളി പോയി കംപ്ലീറ്റ് ആയിട്ട്. റോളർ കോസ്റ്റർ അത് എനിക്ക് എങ്ങനെയാ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്നറിയില്ല. ടോറിബിൾ ആയിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു. ഒരു തവണയൊക്കെ ചെയ്യാം, കാണിച്ചിടാം. അതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഏതൊരു വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ കാണുമ്പോഴാണ് അതിന് വലിയ ബുദ്ധിമുട്ടുള്ളൂ. കാണാണ്ടിരുന്ന് കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾ വന്ന ഡിസ്നിലാൻഡ് വരുമ്പോൾ മസ്റ്റായിട്ടും കയറണം കേട്ടോ. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, മിസ്സാക്കരുത്. ദൈവമേ, ഇതൊക്കെ വെള്ളച്ചാട്ടം. ഈ ഷിപ്പിനകത്ത് എന്തോന്നും ഒന്നുമില്ല. നമ്മളൊരു കാരണവശാലും മിസ്സാക്കരുത് എന്ന് കരുതി വന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പൈറേറ്റ്സ് ഓഫ് കരീബിയനും, രണ്ട് ഫയർ വർക്സും. രണ്ടിനുള്ള സമയമായി. ട്രെയിനല്ലേ, പിന്നെ അങ്ങനെ പോവാം. അതൊക്കെ അങ്ങനെ നല്ല അടിപൊളി ഷോട്ടായിട്ടിരിക്കും.
Je suis un pirate et un des meilleurs. നമ്മൾ കയറി വന്നപ്പോൾ കണ്ട മെയിൻ സ്ട്രീറ്റ് ആണത്. ഓൾഡ് അമേരിക്കൻ ടൗണിൻ്റെ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ബാർസും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ആണത്. ആ നൈറ്റ് ആയപ്പം കംപ്ലീറ്റ്ലി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു വൈബായിരുന്നു. നിയർലി ഒരു 10-11 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ക്യാസിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുമായിരുന്നു നൈറ്റ്. ആ ഒരു പേർപ്പിൾ ലൈറ്റിൽ. എയ്ഫലിന്റെ സമ്മിറ്റിൽ കയറുന്ന വീഡിയോ ആയിട്ടപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.